people know Adil. Yeah, people know Adil. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്. കുറച്ച് പേർക്കൊക്കെ അറിയാം നമ്മുടെ സിനിമ നമ്മളെങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ, ടി വിയിലുള്ള പോലെ തന്നെയാണോ അതോ കുറച്ചും കൂടെ ഭേദമാണോ എന്നുള്ള ഒരു ഇത് നിജസ്ഥിതി അറിയാനെങ്കിലും വന്ന് സിനിമ കാണും എന്നുള്ളൊരു പ്രതീക്ഷ. ബൈക്ക് ഓടിക്കുമായിരുന്നു ഞാൻ, കോളേജിലൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഓടിക്കാറുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഹാർലി മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചു. ആൻഡ് നൗ ഐ സ്റ്റാർട്ടഡ് റൈഡിങ് എ ലോട്ട്. ഹീറോയിൻ എന്ന് പറയുമ്പോൾ ഒരു ബബ്ലി ആയിരിക്കണം, ക്യൂട്ട് ആയിരിക്കണം. ബട്ട് ഇത് അങ്ങനെയൊന്നും അല്ല. It's completely manly. So I think എല്ലാ ഗേൾസും you should try being a tomboy once in a while. Once in a lifetime. It's so much fun being a tomboy. So ത്രില്ലറിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്ററിയാണ്. ത്രില്ലിങ്ങിനേക്കാൾ കൂടുതൽ മിസ്റ്ററിയും സസ്പെൻസും ആണ് ഇതിനകത്ത് മോളിച്ചത്. Jairam, of course, there were a lot of scenes. But he was very sweet. He's like an elder brother. ഒരു നമ്മുടെ അച്ചായൻസിലെ മൂത്ത ചേട്ടനെ പോലെ തന്നെയായിരുന്നു സെറ്റിൽ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒബ്വിയസ് ആയിട്ടും നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ചെയ്യണം. അത് കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല, കുറച്ച് ചീത്ത കേട്ടാലും വേണ്ടില്ല, ഇവൻ എന്തോ നീ കാണിക്കുന്നത് എന്നുള്ള കമൻറ്റ് കേട്ടിട്ടാണെങ്കിലും വേണ്ടില്ല. കാരണം അവസാനം സ്ക്രീനിൽ കാണുമ്പോൾ അത് വൃത്തിയിൽ വരണം. ടെലിവിഷൻ ഇസ് വാട്ട് ഹാസ് മെയ്ഡ് മൈ കരിയർ. കൂടുതൽ റീച്ച് കിട്ടിയതും ആളുകളൊക്കെ തിരിച്ചറിഞ്ഞതും ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണെന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞത് ടെലിവിഷനിൽ നിന്നാണ്. സിനിമ വാസ് ഓൾവേസ് പ്രൈം. അത് തന്നെയായിരുന്നു ചെയ്യാൻ ഉദ്ദേശം, ആഗ്രഹം, പാഷനൊക്കെ സിനിമയോട് തന്നെയാണ്. ഹായ്, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. Thank you. ഓക്കെ, അപ്പോൾ അച്ചായൻസ് എന്ന മൂവിയിൽ ഒരു വലിയ സ്റ്റാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത്ര അച്ചായന്മാരുടെ കൂടെ എങ്ങനെ അടിച്ചു നിൽക്കുന്നു? അച്ചായൻസിന്റെ മൂവിയിൽ അതാണ് റീത്തയായിട്ട് അടിച്ചു നിൽക്കുന്നു. ഐ തിങ്ക് റീത്ത ഇറ്റ്സെൽഫ് ഇസ് റീത്ത ഇറ്റ്സെൽഫ് ഇസ് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് അച്ചായൻസിന്റെ കൂടെ അടിച്ചു നിൽക്കാനായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറെ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിലൊരു ടോംബോയ് ലുക്കാണ്, ഒരു ഹാർലി ഡേവിഡ്സനെ കുറിച്ച് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ആക്ച്വലി മൂവി കാണുമ്പോൾ അറിയാൻ പറ്റും. ഇറ്റ്സ് എ വെരി റീത്ത എന്ന് പറയുന്നത് ഈ ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ ട്രെയിലറിൽ കാണുന്ന പോലത്തെ സ്റ്റണ്ട് അതൊന്നും അല്ലാതെ ഒരു ഇമോഷണൽ എലിമെൻ്റ് ഉണ്ട്. അത് മൂവി കാണുമ്പോൾ മനസ്സിലാവും. സോ ഇറ്റ് വാസ് വെരി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഡ്രെയിനിങ്. ബട്ട് ഐ ഹാഡ് ലോട്ട് ഓഫ് ഫൺ ബിക്കോസ് എനിക്ക് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് ക്യാരക്ടേഴ്സ് വിച്ച് എക്സൈറ്റ്സ് മീ. ഐ ലവ് ടു ഡൂ ദാറ്റ്. ഐ വെരി ഗ്രീഡി അബൌട്ട് സച്ച് ക്യാരക്ടേഴ്സ്. സോ അതാണ് ഞാൻ ഈ മൂവി ചൂസ് ചെയ്യാനുമുള്ള കാരണം. ഇറ്റ്സ് റീത്ത അച്ചായൻസിൽ. ആൻഡ് റീത്തയുടെ ആ ഒരു സീനും ഷീ ഈസ് ദ ക്രക്സ് ഓഫ് ദ മൂവി. റീത്തയുടെ ഒരു ക്യാരക്ടറും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഒരു ക്രക്സ്. സോ I had a lot of fun because first of all it's a Tumbish character, so I enjoyed a lot. കാരണം എപ്പോഴും നമ്മൾ മൂവി ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻസിൽ കാണുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സിന് വളരെ ഡിഫറെൻ്റ് ആണ്. സോ എപ്പോഴും നമ്മൾ മൂവി ചെയ്യുമ്പോൾ മേക്കപ്പ്, ഹെയർ, കോസ്റ്റ്യൂം, പിന്നെ ഫെമിനൈൻ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളും. ഹീറോയിൻ എന്ന് പറയുമ്പോൾ ഒരു ബബ്ലി ആയിരിക്കണം, ക്യൂട്ട് ആയിരിക്കണം. ബട്ട് ഇത് അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി മാൻലി ആൻഡ് there was no hair styling ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് there was no makeup also. And കൂടുതൽ ഒരു ഭയങ്കര rugged and I could just walk like the way I wanted to. So I think എല്ലാ ഗേൾസും you should try being a tomboy once in a while. Once in a lifetime. It's so much fun being a tomboy. So I had fun, yeah. ടെലിവിഷനിൽ നിന്ന് നേരെ സിനിമയിലോട്ട് പോയപ്പോൾ എന്തൊരു ഫീൽ? ടെലിവിഷനിൽ നിന്ന് നേരെ സിനിമയിലോട്ട് അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നിർണായകം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് വീണ്ടും പ്രോമിനൻ്റ് ആയിട്ട് ആ ഷോ ചെയ്യുന്നത്, ഡിഫോ ഡാൻസ് എന്ന് പറഞ്ഞ ഷോ ചെയ്യുന്നത്. പക്ഷേ ടെലിവിഷൻ ഇസ് വാട്ട് ഹാസ് മെയ്ഡ് മൈ കരിയർ. അങ്ങനെ നോക്കുമ്പോൾ ബിക്കോസ് കൂടുതൽ റീച്ച് കിട്ടിയതും ആളുകളൊക്കെ തിരിച്ചറിഞ്ഞതും ഞാൻ ആരാണ്, എൻ്റെ പേരെന്താണെന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞത് ടെലിവിഷനിൽ നിന്നാണ്. സിനിമ വാസ് ഓൾവേസ് പ്രൈം. അത് തന്നെയായിരുന്നു ചെയ്യാൻ ഉദ്ദേശം, ആഗ്രഹം, പാഷനൊക്കെ സിനിമയോട് തന്നെയാണ്. പിന്നെ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയാൻ സ്റ്റാർട്ടഡ് വിത്ത് അച്ചായൻസ്. ഈ ഒരു ഡിഫോ ഡാൻസ് എന്നൊരു ഫ്ലോർ അത് ഒരുപാട് പേരുടെ കരിയറിൽ ലൈക്ക് GP ആയാലും ഇപ്പോൾ മെയിൽ ആങ്കേഴ്സ് വരുന്നവർക്കൊക്കെ ഐ മീൻ പേളി അങ്ങനെ ആയാലും ഒരു എന്താണ് ലൈം ലൈറ്റിൽ ഭയങ്കര ഫാൻസാണ്. ഒരു പർട്ടിക്കുലർ ഫീമെയിൽ ഓഡിയൻസ് ആയാലും ഒരു ഹാർഡ് കോർ ഫാൻസാണ്. അപ്പോൾ അതെന്തോ തോന്നുന്നു, അത് മൂവി ഹെൽപ്പ് ചെയ്യാം? അറിയില്ല, കാരണം അതിൻ്റെ ഫാൻസും സിനിമയുടെ ഫാൻസും വ്യത്യസ്തരാണ്. സിനിമ കാണുന്ന ഫാൻസ് സിനിമ മാത്രം കൂടുതൽ കാണുന്ന ഫാൻസാണ്. ഇനിയിപ്പോൾ ഡിഫോ ഡാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വീട്ടിൽ എന്താ പറയുക TV ഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രേസി ആയിട്ടുള്ള TV ഷോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും ഡിഫോ ഡാൻസിൻ്റെ ആരാധകർ എന്ന് പറയുന്നത്. എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഒരു സബ്സെറ്റ് എന്നോണം വെൻ യു
ബ്രിങ് ഇറ്റ് ടുഗെദർ. കുറച്ച് പേര് ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ദോസ് ആർ ദ പീപ്പിൾ ഹു വിൽ വാച്ച് ദ ഫിലിം. മാത്രമല്ല people know Adil. പീപ്പിൾ നോ ആദിൽ, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്. കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ അവർ നമ്മുടെ സിനിമ നമ്മളെങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് സിനിമയിൽ, ടി വിയിലുള്ള പോലെ തന്നെയാണോ അതോ കുറച്ചും കൂടെ ഭേദമാണോ എന്നുള്ള ഒരു ഇത് നിജസ്ഥിതി അറിയാനെങ്കിലും വന്ന് സിനിമ കാണും എന്നുള്ളൊരു പ്രതീക്ഷ അത്രേ ഉള്ളൂ. അമല, അപ്പോൾ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. സോ ഇതിലെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ റീസൺ? യെസ്, ഡെഫിനറ്റ്ലി. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ. സ്റ്റോറിനേക്കാളും കൂടുതൽ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ നറേറ്റീവ് ആണ് ഈ മൂവീസ് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ദാറ്റ് വി ഹവ് ട്രൈഡ്, വി കാൻ സേ ഹൗ ഗുഡ് ഇറ്റ് ഹാസ് കം, അത് നിങ്ങൾ ഓഡിയൻസ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ബട്ട് വി ഹവ് ട്രൈഡ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ നറേറ്റീവ്. അതുപോലെ ഈ ഒരു എവറിഥിങ് ഇസ് ദെയർ. ഐ തിങ്ക് ഇറ്റ്സ് എ മിക്സ് ഓഫ് എ പെർഫെക്റ്റ് കമേഴ്ഷ്യൽ ആൻഡ് ഒരു നല്ലൊരു സ്റ്റോറിയും നല്ലൊരു കമേഴ്ഷ്യൽ മിക്സും ഉള്ളൊരു മൂവിയാണ്. സോ ഇതിൽ ആക്ച്വലി ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ അകത്തൊരു മിസ്റ്ററി ഉണ്ട്. സോ ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ത്രില്ലിംഗ് പാർട്ട്. So there are two reasons. One is the story and one is the Rita character. I had a lot to perform in it. Okay. ജയറാമേട്ടനായാലും പ്രകാശ് രാജ് സാറായാലും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു ആക്ടിങ് വൈസ്? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നേനെ. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവരുടെ കൂടെ, പ്രകാശ് രാജ് സാറിൻ്റെ കൂടെ എനിക്ക് അധികം സീൻസ് ഉണ്ടായിരുന്നില്ല. സീൻസ് ഉണ്ട്, പക്ഷേ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോമ്പിനേഷനാണ്. എനിക്ക് സാറുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ജയറാമേട്ടനായിട്ട് ഓഫ് കോഴ്സ് ദെർ വർ ലോട്ട് ഓഫ് സീൻസ്. ബട്ട് ഹി വാസ് വെരി സ്വീറ്റ്. ഹീസ് ലൈക്ക് എൻ എൽഡർ ബ്രദർ. ഒരു നമ്മുടെ അച്ചയൻസിലെ മൂത്ത ചേട്ടനെ പോലെ തന്നെയായിരുന്നു സെറ്റിലും. ആൻഡ് ഹി വാസ് വെരി എൻകറേജിങ്. എനിക്ക് തോന്നുന്നു റീത്തയുടെ ഒരു ആക്ച്വലി ഇവരെല്ലാവരും സൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ വരുന്നത് മൂവിയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റോറി കേൾക്കുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് റീത്ത ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. സോ അത് ആര് പ്ലേ ചെയ്യും, എങ്ങനെ പ്ലേ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ജയറാമേട്ടൻ വാസ് വെരി ഹാപ്പി ദാറ്റ് ആക്സെപ്റ്റഡ് ദ റോൾ. അതുപോലെ എൻ്റെ ലുക്കും സീൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജയറാമേട്ടൻ വന്ന് ഒത്തിരി അപ്രിഷിയേറ്റ് ചെയ്തു all that. So it was like a family kind of an experience. ബൈക്ക് ഓടിക്കുമായിരുന്നു ഞാൻ, കോളേജിലൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഓടിക്കാറുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഹാർലി മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് പഠിച്ചു. ആൻഡ് നൗ ഐ സ്റ്റാർട്ടഡ് റൈഡിങ് എ ലോട്ട്. പവർഫുൾ become an addiction now. പവർഫുൾ വണ്ടിയല്ലേ? it is very heavy. പക്ഷേ വെരി ഈസി. നല്ല ഭയങ്കര ബാലൻസ് ഉണ്ട് ഹാർലിക്ക്. അത്ര വെയിറ്റ് ഉണ്ടെങ്കിലും അത്രയ്ക്കും നല്ല ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഈസി. യെസ്, ഓഫ് കോഴ്സ് കുറച്ച് ഗട്ട്സ് വേണം. ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. ഐ തിങ്ക് ഒരുപാട് ബോയ്സ് തന്നെ ഹാർലി ഓടിക്കും തോന്നുന്നില്ല. സോ യു നീഡ് എ ലോട്ട് ഓഫ് ഗട്ട്സ്. ആക്ച്വലി ആ ബൈക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ടു ബിക്കം റീത്ത. കാരണം ബൈക്കിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ ഐ ഗെറ്റ് ദാറ്റ് ഫീൽ, like we feel like top of the world. There's a high which added a lot to the character. ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ഇപ്പോൾ ജയറാമേട്ടൻ, പ്രകാശ് രാജ്, അമല പോൾ, അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇതാണ് ഈ സിനിമയിലേക്ക് വരാനുള്ള മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. പ്രകാശ് രാജ് സാറിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക, ജയറാമേട്ടൻ്റെ കൂടെ ഒരു യങ് ബ്രദറായിട്ട് ഒരു വേഷം ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഘടകങ്ങളാണ് ഈ സിനിമയിലേക്ക് വരാനുള്ള എന്താ പറയുക ആർട്ടിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ. ഇനി ക്രൂവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സേതു ചേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതും, കണ്ണൻ ചേട്ടനെ പോലെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ, അദ്ദേഹം ദ വേ ഹി ഹാസ് എൻ ഐഡിയ അബൌട്ട് എ സിനിമ, ഹിസ് സിനിമ, ഒരു സീനിൻ്റെ കാര്യമാണെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പിന്നെ മാത്രമല്ല നമ്മളെ ഇംപ്രൂവൈസ് ചെയ്യാനും, നമ്മളിപ്പോൾ ചെയ്തത് ശരിയായില്ലെങ്കിൽ കണ്ണൻ ചേട്ടൻ എനിക്കൊന്നുകൂടെ ചെയ്യണം, എനിക്കതൊന്നുകൂടെ ചെയ്യണം പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്തോ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് അങ്ങനെ നോക്കുമ്പോൾ. കാരണം ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അമലയുടെ അടുത്തും വി വർ ഹാവിങ് എ കോൺവെർസേഷൻ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, അമല വാസ് ടെലിംഗ് ദാറ്റ് യു ആർ റിപ്പീറ്റഡ്ലി ഡൂയിങ് ദാറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബിക്കോസ് ഞാനൊരു പുതിയ ആക്ടറാണ്. സിനിമ എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹിച്ച് പതുക്കെ വന്നിട്ടുള്ളതാണ്. ആൻഡ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒബ്വിയസ് ആയിട്ടും നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ചെയ്യണം. അത് കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല, കുറച്ച് ചീത്ത കേട്ടാലും വേണ്ടില്ല, ഇവൻ എന്തോ നീ കാണിക്കുന്നത് എന്നുള്ള കമൻറ്റ് കേട്ടിട്ടാണെങ്കിലും വേണ്ടില്ല. കാരണം അവസാനം സ്ക്രീനിൽ കാണുമ്പോൾ അത് വൃത്തിയിൽ വരണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാവും. കാരണം സിനിമ കാണാൻ വരുന്നവൻ, ഇപ്പോൾ നമ്മൾ ഒരു മോശം സിനിമ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വന്ന സിനിമയാണ്. ഒരുപാട് പേര്, സിനിമ എന്ന് പറയുന്നത് ഓൾ ടുഗെദർ എല്ലാവരും കഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. അത് ഏത് സിനിമയും, അത് മോശം സിനിമ എന്നില്ല, നല്ല സിനിമ എന്നില്ല, എല്ലാ സിനിമയിലും ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വരുന്നതാണ്. പക്ഷേ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് ഇത് നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവർ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ്. അവർക്ക് പറയാം ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യസന്ധത.
അതിന് അവർക്ക് അയ്യോ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്കിഷ്ടമായി എന്നൊരിക്കലും ഒരു കമൻറ്റ് വരില്ല. എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് ആ സീൻ ചെയ്യാനുള്ള എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമേ ആയിട്ടുണ്ടാവില്ല. ആസ് ആൻ ആക്ടർ ചിലപ്പോൾ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മോശമായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള സാഹചര്യം മോശമായിരിക്കാം എന്ന് കരുതി തിയേറ്ററിൽ സിനിമ കാണുന്നവൻ സീന് കാണുന്നവന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സോ ഐ ഹാവ് ടു ഗിവ് മൈ ബെസ്റ്റ് ബിക്കോസ് ദി ഓപ്പർച്യൂണിറ്റി ഐ ഹാവ് ഇസ് ഗോൾഡൻ എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ദാറ്റ്സ് ഹൗ ഐ ലുക്ക് അറ്റ് ഇറ്റ്. ഇത് റോയൽ ഹീറോയിസം കാണിക്കാനുള്ള പ്ലേസാണ്. ഇവിടുത്തെ ഹീറോ ഞാൻ. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ത്രില്ലറാണ്. അപ്പോൾ ഇതിനെ ഇപ്പം ത്രില്ലർ കൈൻഡ് ഓഫ് മൂവിയിൽ ആൾക്കാർ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പം അവരെ കൂടുതൽ എക്സൈറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇതിൽ പുതിയ ടെക്നിക്സ്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് ഇത്? ശരിക്കും ഒരു ത്രില്ലർ മൂവി മാത്രമായിട്ടല്ല കൺസീവ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഫൺ ഫിൽഡ് ത്രില്ലർ മൂവി എന്ന് പറയാം. ത്രില്ലറിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്ററിയാണ്. ത്രില്ലിങ്ങിനേക്കാൾ കൂടുതൽ മിസ്റ്ററിയും സസ്പെൻസും ആണ് ഇതിനകത്ത് മുഴച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ജോണറിൽ ഞാൻ തന്നെ ഇതിലുള്ള സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട്. അത് വളരെ ഫണ്ണായിട്ട് പോയിട്ട് ഓഡിയൻസിനെ അങ്ങനെ കൊണ്ടുപോകും. ആദ്യ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുക. അച്ചായന്മാർ എന്ന് പറയുന്ന ഈ 4 അച്ചായന്മാരിലേക്ക് നമ്മൾ ഓഡിയൻസിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു രസകരമായിട്ടുള്ള ആഘോഷങ്ങളിലൂടെയും ഒക്കെ കൊണ്ടുപോയി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ നായക സ്ഥാനത്ത് കാണുന്നവരെ പ്രതിനായക സ്ഥാനത്ത് അഭിനയം കാണും. ഈ 4 നായകന്മാരും പ്രതിനായക സ്ഥാനത്ത് വരികയും അതിനകത്ത് ആരാണോ ഈ കൃത്യം ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി എന്ന് കണ്ടെത്തുന്നതുമാണ് അതിൻ്റെ ടോട്ടൽ അച്ചായൻസ് എന്ന് പറയുന്ന സിനിമയുടെ. ഇതിലൊരു വലിയ സ്റ്റാർ കാസ്റ്റാണ്. അതായത് പ്രകാശ് രാജ്, അമല പോൾ, ജയറാമേട്ടൻ, അങ്ങനെ ഒരു വലിയ താരനിര, ഉണ്ണിമുകുന്ദൻ, അങ്ങനെ വലിയ താരനിര തന്നെയാണ്. അതിൻ്റെ ആവശ്യകത എന്താണ്? ശരിക്കും ഇതിനകത്ത് ഈ അച്ചായൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന എല്ലാ സിനിമകളിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ്. അത് വളരെ എളുപ്പ വഴിയായിട്ട് നമുക്കൊരു ഫൺ ഫിലിം പറയാൻ ഏറ്റവും എളുപ്പം ഒരു സിംഗിൾ ഹീറോ ഓറിയൻറ്റഡ് ആവുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആൾക്കൂട്ടമുള്ളപ്പോൾ പറയാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 4 പേരെ കാസ്റ്റ് ചെയ്യുകയും എന്നാൽ ഇതിനകത്ത് വരുന്ന മറ്റ് കഥാപാത്രങ്ങൾ, ഈ സിനിമ ശരിക്കും കഥ എഴുതി വന്നപ്പോൾ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് കണ്ടുപിടിച്ച് വരുന്നല്ല ഇതിനകത്ത് നടന്മാർ. ഇവരെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥ ആലോചിച്ചതും ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു പൂർണ്ണ രൂപം കൊടുത്തതും. എങ്കിലും ഇതിനകത്ത് അനുയോജ്യമായിട്ടുള്ള 2 പേരെ നമ്മൾ കണ്ടെത്തി. അത് ഒന്ന് അമല പോളിൻ്റെ റീത്ത എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടി സത്യത്തിൽ ആ കഥാപാത്രം ഉണ്ടായിക്കഴിഞ്ഞ് അങ്ങനത്തെ ഒരു റീത്ത, ഒരു ടോംബി ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ആൺകുട്ടിയുടെ ചുറുചുറുക്കുള്ള, ആൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ആണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ അതിനകത്ത് ആ റീത്ത എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് അമല പോളിനെ നമ്മൾ കണ്ടെത്തി. വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രകാശ് രാജ് എന്ന ഒരു കാർത്തിക് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹത്തിനെയും നമ്മൾ ഇതെല്ലാം കഥ എഴുതി കഴിഞ്ഞ് ഇവരെല്ലാം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടെത്തിയതാണ്. അങ്ങനത്തെ ഒരു ശരിക്കും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ, അച്ചായൻസ് എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ ഇവിടെ പ്രകാശ് രാജിന് പകരം മറ്റൊരാളെ ചിലപ്പോൾ സങ്കല്പിക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഇവിടെ റീത്ത എന്ന് പറഞ്ഞ അമല ചെയ്തേക്കുന്ന ക്യാരക്ടറിന് പകരം ഒരു ഹാർലി ഡേവിഡ്സൺ ഓടിക്കുന്ന ഒരു ആൺകുട്ടിയെ പോലെ ഒറ്റ ഇതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇവൾ ആണാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. വ്യൂവേഴ്സ്, യെസ്, മെയ് 12 അച്ചായൻസ് റിലീസ് ആവുകയാണ്. എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണണം. ദ സംതിങ് വിച്ച് ഐ ഹാവ് ട്രൈഡ് സംതിങ് വെരി ഡിഫറെൻറ്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി റീത്ത എന്ന ക്യാരക്ടറിലേക്ക് ഒരുപാട് there is a lot of physically and emotionally draining ആയിട്ടുള്ള സീൻസും ഒത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. സോ ബട്ട് ഐ ഹോപ്പ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എല്ലാവർക്കും കാണുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം. ബട്ട് അതിലൊരു റീത്തയുടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇമോഷൻ മനസ്സിലാകും. അത് പോസിറ്റീവായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് കം to theaters and watch Achayans, and ഞങ്ങളെല്ലാവരെയും keep loving us and keep supporting good movies. Thank you. Thank you. All the best. Thank you.